ഒരു ടോപ്പിക് വന്നപ്പോൾ മനസ്സിൽ വന്ന ഒരു ചോദ്യമാണ്. വേറൊന്നുമല്ല, കഴിഞ്ഞ ഒരു 3-4 വർഷം അല്ലെങ്കിൽ 2-3 വർഷം ബാക്കിലോട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ലൈക്ക് മലയാളത്തിലോ അല്ലെങ്കിൽ തെലുങ്കിലോ ഈ ഫിലിം ഇൻഡസ്ട്രിയിലെ ടാബ്ലോയിഡ്സും മാഗസീൻസും ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ഫോളോ ചെയ്ത് വേട്ടയാടപ്പെട്ട, മലയാളത്തിൽ പറഞ്ഞ വേട്ടയാടപ്പെട്ട അല്ലെങ്കിൽ ഹണ്ട് ചെയ്യപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ് നയൻസ്. പക്ഷെ അതിൽ പോസിറ്റീവായിട്ട് ഒരു കാര്യം കൂടെ തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ എപ്പോഴും എന്ത് ഇതുണ്ടെങ്കിലും വളരെ ബോൾഡ് ആയിട്ട് ഫ്രണ്ടിൽ വന്നിട്ട് നയൻസ് കമന്റും ചെയ്യാറുണ്ട്. ലൈക്ക് ദിസ് ഇസ് ഇറ്റ്, ദാറ്റ് ഇസ് ഇറ്റ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാറുണ്ട്. എങ്ങനെയാണ് ഈ തിരുവല്ലയിൽ നിന്ന് വന്ന ഒരു നാടൻ മലയാളി പെൺകുട്ടിക്ക് ഇവരെയൊക്കെ ഫേസ് ചെയ്യാനുള്ള ഒരു ചങ്കുറപ്പും ചങ്കൂറ്റും ഒക്കെ എങ്ങനെ കിട്ടി? അത് മേ ബി ഞാൻ നാടനല്ലാത്തത് കൊണ്ടായിരിക്കാം. കാരണം കൂടുതലും ഇവിടെ അല്ലല്ലോ, ഞാൻ ജനിച്ച് വളർന്നത് ഇവിടെ അല്ല. സോ അതുകൊണ്ട് കൂടുതൽ എക്സ്പോഷർ കിട്ടിയിട്ടുണ്ട്, കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കുറെ സ്റ്റേറ്റ്സിൽ പോയിട്ടുണ്ട്. സോ അതിന്റെ ആ ഒരു എക്സ്പോഷർ എപ്പോഴും ഞങ്ങൾക്ക് ഉണ്ടാവും. എനിക്കും എന്റെ ചേട്ടനും രണ്ടുപേർക്കും ഉണ്ടാവും. സോ പെൺകുട്ടി ആയതുകൊണ്ട് മിണ്ടാതിരിക്കണമെന്നില്ലല്ലോ അല്ലെ. അത് എന്റെ ഇപ്പൊ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി എല്ലാരും പറയും സെലിബ്രിറ്റീസ് ആയതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് എല്ലാം മീഡിയയിൽ വരുന്നത്, പറയണത്, എഴുതുന്നത്, ഗോസിപ്സ് വരുന്നതൊക്കെ. ആവാം, കുറച്ചൊക്കെ ആവാം. കുറച്ചൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ വന്ന് സത്യമാവാം, ചില കാര്യങ്ങൾ വന്ന് ശരിയല്ലാത്തതാവാം, അവർക്ക് ഇഷ്ടമുള്ളത് എഴുതാം. പക്ഷെ മീഡിയ എപ്പോഴും ഒരു കാര്യം എപ്പോഴും ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾ എഴുതിയാലും എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം എഴുതുന്ന ആൾക്കാർ ഓർക്കണം, ആ കുട്ടിയും ഒരു പെൺകുട്ടിയാണ്, ആ കുട്ടിക്കും നാളെ ഒരു കല്യാണം ആവും, ആ കുട്ടിക്കും അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. ആ റിപ്പോർട്ട്സ് വായിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ഒക്കെ വരുന്ന വിഷമിക്കും എന്നുള്ളത് ആലോചിക്കണം. കാരണം ഞാൻ എപ്പോഴും എന്റെ ലൈഫ് മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഞാൻ മറ്റുള്ളവരുടെ ലൈഫിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യോ, ഇല്ല ആ ആക്ട്രസ് ശരിയല്ല, ആ ആക്ട്രസ് ഇങ്ങനെ ചെയ്തു, ഇല്ലെങ്കിൽ ആ ആക്ടർ അങ്ങനെ ചെയ്തു. ഞാൻ ഒരാളുടെയും കാര്യത്തിന്, ഒരാളുടെ ജീവിതത്തിൽ ഞാൻ ഇന്റർഫിയർ ചെയ്യാത്ത ഒരാളാണ്. ഇപ്പോ ഞാൻ എന്റെ കല്യാണം കഴിഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെ. ഞാൻ എന്താണ് ചെയ്യുന്നത്? ഒന്ന് പറയും ഭയങ്കര ഗ്ലാമറസ് ആയിട്ട് ആക്ട് ചെയ്യണു, തമിഴില് ഭയങ്കര ഗ്ലാമറസ് ആയിട്ടുള്ള റോൾസ് ചെയ്യണു, എടുക്കുന്നു. സബ്സ്റ്റൻസ് ഉള്ള റോൾസ് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല. മലയാളത്തിൽ എവിടെ സബ്സ്റ്റൻസ് ഉള്ള റോൾ വരുന്നത്? ഇല്ല. തമിഴിൽ എവിടെയാണ് സബ്സ്റ്റൻസ് ഉള്ള റോൾ വരുന്നത്? ഏതോ 1-2 റോൾസ് വരും. അതെല്ലാം എനിക്ക് തന്നെ വരണമെന്നില്ലല്ലോ. അവിടെ ഉള്ള ഹീറോയിൻസ് ഞങ്ങൾക്ക് കിട്ടുന്ന പ്രോജക്ട്സ് അതിൽ വെച്ച് ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഒരു വിജയുടെ പ്രോജക്ട് വന്നു, ഇല്ല രജനി സാറിന്റെ പ്രോജക്ട് വന്നു, അജിത് സാറിന്റെ പ്രോജക്ട് വന്നു. അതിൽ റോൾ ഭയങ്കരമായിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളത് ചെയ്തേ പറ്റുള്ളൂ. കാരണം ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണത്. ഞങ്ങളുടെ യു ഹാവ് ടു ഹാവ് മൂവീസ് ഇൻ യുവർ ഹാൻഡ്, അല്ലേ? അപ്പൊ നമ്മുടെ കയ്യിൽ പടങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുള്ളൂ. അപ്പം വലിയ പടങ്ങൾ വരുമ്പോൾ അതിൽ നമുക്ക് വലിയതായിട്ട് റോൾ ഇല്ലെങ്കിൽ നമുക്കത് ചെയ്തേ പറ്റുള്ളൂ. ഇല്ല, ഞാൻ വന്ന് എനിക്ക് നല്ല റോൾ കിട്ടിയാൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഒരുപാട് നടികളുണ്ട്. ആദ്യം ഇതൊക്കെ പറയുന്നല്ലാതെ പിന്നെ വരുമ്പോ പിന്നെ മാറ്റി ചെയ്യുന്ന ആൾക്കാരാണ് എല്ലാരും. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. ഞാൻ എന്ത് പറയുന്നു അതല്ലേ ഞാൻ ചെയ്യണുള്ളൂ. മറ്റുള്ളവർ പോലും ഞാൻ ചെയ്യുന്നില്ലല്ലോ. അപ്പം ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കുന്നു, എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ നിങ്ങൾ എന്തിനാ ഹിന്ദി സിനിമകൾ കാണുന്നത്? ഈ മലയാളികളിൽ തന്നെ എന്തിനാ ഹിന്ദി സിനിമകൾ കാണുന്നത്? എന്തിനാണ് തമിഴ് സിനിമകൾ കാണുന്നത്? തമിഴ് സിനിമകൾ ഞങ്ങളുടെ അവിടെ ചെന്നൈയിൽ ഓടുന്നേക്കാട്ടിലും നന്നായിട്ടാണ് ഇവിടെ ഓടുന്നത്. എന്തുകൊണ്ടാണ്? അത്രയും പ്രേക്ഷകർ ഉള്ളതുകൊണ്ടും അത്രയും ആൾക്കാർ കാണുന്നതുകൊണ്ടല്ലേ. അപ്പൊ എന്തുകൊണ്ടാണ് ഈ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാ പോയി കാണുന്നത്? വിജയ് മാത്രം കാണാനായിട്ട് പോകത്തില്ലല്ലോ, അല്ലെ അജിത്തിനെ മാത്രം കാണാനായിട്ട് പോകത്തില്ല. എന്തായാലും അതിനകത്തുള്ള ഇപ്പൊ നയൻതാരാണെങ്കിലും ശരി, വേറൊരു ഹീറോയിൻ ആണെങ്കിലും ശരി, ഹീറോയിൻസിനെ കൂടെ കാണാനല്ലേ പോണത്. അപ്പൊ നിങ്ങൾ എന്തുകൊണ്ട് അത് കാണുന്നു? അപ്പൊ അത് കാണുകയും വേണം, അന്ന് ക്രിട്ടിസൈസ് ചെയ്യുകയും വേണം. അറിയാം ഈ ആക്ട്രസ് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് അറിയാം. അപ്പൊ എന്തിനാ പിന്നെ ഒരു 10 പടം പോയി കാണുന്നത്? കാണാതിരുന്നാ പോരെ? എന്ത് കാര്യത്തിനാ ക്രിട്ടിസൈസ് ചെയ്യുന്നത്? അതുപോലെ അടുത്തത് വന്നത് കല്യാണം കഴിച്ചു എടുത്തു. ഞാൻ കല്യാണം കഴിച്ചെന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും. ഞാൻ പോയി ഒളിഞ്ഞ് ഒരിടത്തിൽ പോയി ഞാൻ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആവശ്യമേ ഇല്ല. കാരണം ഇത്രയും കാലങ്ങളായിട്ടും ഞാൻ എന്റെ റിലേഷൻഷിപ്സോ, ഇതിനു മുമ്പുണ്ടായിട്ടുള്ള റിലേഷൻഷിപ്പോ, ഇല്ലെങ്കിൽ എന്റെ ലൈഫോ, ഇല്ല എന്റെ പടങ്ങളോ ഒരു സംഗതിയെ പറ്റി ഞാൻ ഒളിവ് മറിവ് വെച്ചിട്ടില്ല. ഒന്നും ഞാൻ ഹൈഡ് ചെയ്തിട്ടില്ല. കാരണം എനിക്ക് അങ്ങനെ ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈഡ് ചെയ്യുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ എനിക്ക് വരും. അതുകൊണ്ട് എനിക്ക് ആ ഫീൽ വരുന്നതുകൊണ്ട് ഞാൻ അത് ചെയ്യാറില്ല. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഞാന് എന്തിനാണ് ഞാൻ പോയി കല്യാണം കഴിക്കുമ്പോൾ എന്തിനാണ് ഞാൻ ഒളിഞ്ഞിട്ട് പോയി കല്യാണം കഴിക്കേണ്ട കാര്യം എന്താണ്? അതിനല്ല ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്റെ അച്ഛനെയും അമ്മയും ഞാൻ എന്റെ ദൈവതുല്യ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. അപ്പം അച്ഛനും അമ്മയും പറയണ പോലോ ഇല്ലെങ്കിൽ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ മാത്രമേ ചെയ്യുള്ളൂ. ഞാൻ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് അവർ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ ഞാൻ പോയി കല്യാണം കഴിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ പോയി ഒളിച്ചോടി പോയി ഞാൻ കല്യാണം കഴിക്കണമെന്ന് എനിക്ക് ആവശ്യമില്ല. അതുപോലത്തെ ഒരു ഫാമിലിയിൽ നിന്നല്ല ഞാൻ. എന്റെ അച്ഛനും അമ്മയും എന്നെ അങ്ങനെയല്ല വളർത്തിയിരിക്കുന്നത്. ഇപ്പൊ എനിക്ക് ഒരാളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും പോയി പറയും.
ഇങ്ങനാണ്, എനിക്ക് സ്നേഹമുണ്ട്, എനിക്ക് ഇയാളെ തന്നെ കല്യാണം കഴിക്കണമെന്നുണ്ട് എന്ന് പറയും. അവർക്കത് ഇഷ്ടമാണെങ്കിൽ അതുപോലെ, ഇഷ്ടമല്ലാന്നുണ്ടെങ്കിൽ അവരെപ്പോ അതിന് സമ്മതം തരുന്നു അപ്പോഴേ ഞാൻ ചെയ്യുള്ളൂ. അല്ലാതെ പോയി എവിടെയെങ്കിലും പോയി ഞാൻ പോയി ഒളിഞ്ഞു പോയി കല്യാണം കഴിച്ചിട്ട് കാര്യമില്ല. എന്തിനാ കല്യാണം കഴിക്കുന്നത്? ഒരു 10 ആൾക്കാർ അറിയാനല്ലേ കല്യാണം കഴിക്കണേ, ഇല്ലെങ്കിൽ ചുമ്മാ അങ്ങനെ ലിവിങ് ടുഗദർ ആയ പോലെ അല്ലെ. 10 പേര് അറിയാനായിട്ടാണ്. ആൾക്കാര് നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം, ഇത് ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യണം, ആൾക്കാർക്ക് അറിയണമെന്ന് ഉള്ളതുകൊണ്ടാണ് കല്യാണം എന്നുള്ള ഒരു സെറിമണിയെ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഞാൻ ഒളിച്ചോടി പോയി കല്യാണം കഴിച്ചിട്ട് എന്താ കാര്യം? ആർക്കെങ്കിലും അറിയാൻ പറ്റുമോ എന്റെ ഹസ്ബൻഡ് ആരാ, ഞാൻ ആരുടെ വൈഫാന്ന് അറിയാൻ പറ്റുമോ? പറ്റില്ലല്ലോ. അതിന്റെ കാര്യം എനിക്കില്ല. എന്ന് ഞാൻ കല്യാണം കഴിക്കുന്നോ അന്ന് എല്ലാവർക്കും അറിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അത് എന്റെ അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളപ്പോഴേ ചെയ്യുള്ളൂ. അല്ലാതെ അങ്ങനെ പോയി ചെയ്യണമെന്ന് എനിക്ക് ആവശ്യമില്ല. അതുകൊണ്ട് ഈ മീഡിയ ആൾക്കാർ എഴുതുന്നത് കല്യാണം കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞില്ല, കല്യാണം കഴിക്കാൻ പോവാണ്, അനാവശ്യമാണ് അതൊക്കെ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ഫാമിലീസ്, എസ്പെഷ്യലി എന്റെ ഫാമിലി ഹേർട്ട് ആവത്തില്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടാണ് എന്റെ ഫാമിലി ഹേർട്ട് ആവേണ്ടത്? ഞാൻ ചെയ്യുന്നത് എന്റെ വർക്കാണ്. എനിക്ക് ഷൂട്ടിംഗ് എന്ത് ചെയ്യണോ, എനിക്ക് എന്റെ വർക്ക് എന്ത് ചെയ്യണോ, എന്റെ ഡയറക്ടേഴ്സ് എന്ത് പറയണോ അതാണ് ഞാൻ ചെയ്യുന്നത്. എന്റെ വർക്കാണ് ചെയ്യുന്നത്. അത് പറ്റി ആർക്കും തെറ്റ് പറയാനോ ഇല്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് ഗ്ലാമറസ് ആയിട്ട് ചെയ്യണത്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഹോംലി ചെയ്യാത്തത് എന്ന് ചോദിക്കേണ്ട റൈറ്റ്സ് ആർക്കും ഇല്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കാണുക, നിങ്ങൾക്ക് ഇഷ്ടമല്ലയോ നിങ്ങൾ കാണണ്ട. എത്രയോ ആൾക്കാരുണ്ട് അത് കാണാനായിട്ട്, എത്രയോ ആൾക്കാരുണ്ട്, എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ഇഷ്ടമില്ലാത്ത ആൾക്കാർ കാണണ്ട. ക്രിട്ടിസൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിട്ടിസൈസ് ചെയ്യാം, കറക്റ്റ് ആയിരിക്കണം ക്രിറ്റിസിസം. നിങ്ങൾ അഭിനയിച്ചത് ഇത് ശരിയായില്ല, ഇല്ലെങ്കിൽ ഈ ക്യാരക്ടർ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അതൊക്കെയാണ് ക്രിറ്റിസിസം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊന്നും ആർക്കും റൈറ്റ്സ് ഇല്ല പറയാനായിട്ട്, അല്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കാത്തതും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തെങ്കിലും എന്നെ കുറിച്ച് കോൺട്രവേഴ്സീസ് വന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്ക് തോന്നും എപ്പോ ക്ലാരിഫൈ ചെയ്യണമെന്ന്, അപ്പൊ മാത്രമേ ഞാൻ ക്ലാരിഫൈ ചെയ്യുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മിണ്ടത്തേ ഇല്ല. അപ്പം ഞാൻ ഇന്റർവ്യൂസ് കൊടുക്കണില്ല എന്ന് പറഞ്ഞ് കുറെ പേപ്പേഴ്സ് ഇഷ്ടത്തിന് എഴുതുക, എന്നെ പ്രൊവോക്ക് ചെയ്യുക, അതൊക്കെ ചെയ്യാറുണ്ട്. കാരണം ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതിയിടും. അപ്പോഴല്ലേ നമുക്ക് ദേഷ്യം വരണേ. ഞാൻ പ്രൊവോക്ക് ആവത്തില്ല. അത് എത്രത്തോളം ഇനി എഴുതിയാലും ഞാൻ പ്രൊവോക്ക് ആവില്ല. എനിക്ക് എന്ന് സംസാരിക്കണം തോന്നുന്നു അന്നേക്കേ ഞാൻ സംസാരിക്കുള്ളൂ. അപ്പം എത്രയോ ആൾക്കാർ ഞാൻ എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തീ കല്യാണം കഴിഞ്ഞില്ല, അദ്ദേഹം വന്നില്ല എന്ന് ചോദിക്കും. അപ്പം അവരുടെ മെന്റാലിറ്റി എന്താ, അവര് വിശ്വസിച്ചിരിക്കുകയാണ് അതാണ് എന്നുള്ളത്. ഞാൻ പറയാണ് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പറയില്ല, ന്യൂസിലൊക്കെ വന്നല്ലോ എന്ന് പറയും. ലോകത്തിലാരും ദേഷ്യപ്പെടും. ഞാൻ ദേഷ്യപ്പെട്ടില്ല. കാരണം അവരോട് ദേഷ്യപ്പെട്ടിട്ട് എന്താണ് കാര്യം? അവര് കാണുന്നത്, അവര് വിശ്വസിക്കുന്നത് ന്യൂസാണ്, മീഡിയ ആണ്. അപ്പം മീഡിയ കുറച്ചുകൂടെ അവരുടെ നിലവാരം, അവരുടെ ആ ഒരു സ്റ്റാറ്റസ് അവര് കീപ്പപ്പ് ചെയ്യണം എന്നുള്ളത് അവരുടെ ആവശ്യമാണ്, എന്റെ ആവശ്യമല്ല. എപ്പോഴെങ്കിലും നയൻസ് ആക്ച്വലി ഇങ്ങനത്തെ ഇതുമായിട്ടുള്ള വിഷമങ്ങൾ, പ്രത്യേകിച്ച് വീട്ടുകാർ, അച്ഛനും അമ്മ അവരെയൊക്കെ അഫക്ട് ആവുന്നുണ്ട്, ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയോ അല്ലെങ്കിൽ കരയേണ്ടതായിട്ടൊരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ കരയേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ എന്നല്ല, വിഷമം തോന്നിയിട്ടുണ്ട് കുറെ പ്രാവശ്യം. കാരണം അനാവശ്യമായിട്ട് ആൾക്കാർ പറയുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേനും വിഷമം ഡെഫിനറ്റ് ആയിട്ടും തോന്നും. നമ്മൾ ഹ്യൂമൻ ബീങ്സ് അല്ലേ. അത് എനിക്ക് എഫക്ട് ആവുന്നതുകൊണ്ടല്ല, അത് എന്റെ അച്ഛനും അമ്മയും എങ്ങനെ എഫക്ട് ആവും, അല്ലെങ്കിൽ എന്റെ അച്ഛനും അമ്മയും എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ എങ്ങനെ അവർ ഡൈജസ്റ്റ് ചെയ്യും എന്നുള്ളതിന്റെ ഒരു വിഷമം മാത്രം.